ആദ്യമേ പരിപ്പും ചോറും കൊണ്ട് തന്ന് അതിനുശേഷം ചോറിടുന്നതിന് പകരം പാത്രം കാലിയായിട്ടിരുന്നപ്പോഴത്തേക്കും സാമ്പാറും കൊണ്ടുവന്നിട്ട് പറയാം സാമ്പാർ ഇപ്പോൾ ഒഴിക്കാൻ ചോറ് പുറകെ വരുമെന്ന്. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ. വേണമെങ്കിൽ സാമ്പാർ ഇപ്പോൾ മേടിച്ചോ, പിന്നെ സാമ്പാർ വരത്തില്ല. ഇങ്ങനെയൊക്കെയാണ് കാറ്ററിംഗുകാർ നമ്മുടെ അടുത്തിട്ട് നിന്നത്. കാറ്ററിംഗുകാരല്ല, കോർഡിനേറ്റർ ടീമാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ നെഞ്ചത്ത് ബാഡ്ജ് ഉണ്ടായിരുന്നു. നോർമൽ ടാഗ് അല്ല, ബാഡ്ജ് ഉണ്ടായിരുന്നു. ആ പുള്ളിയാണ് ഈ ഡയലോഗ് പറഞ്ഞത് നമ്മുടെ. ഓവറോൾ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50-50. അതായത് മോർണിംഗിലുണ്ടായിരുന്ന, അതായത് സ്റ്റാർട്ടിങ് ടു മോർണിംഗ് കൾച്ചറൽ പ്രോഗ്രാംസ് വരെ ഉള്ള പരിപാടി അതിഗംഭീര പരിപാടിയായിരുന്നു. അതിനുശേഷം ഫുൾ അട്ടർ ഫ്ലോപ്പായിരുന്നു. സദ്യ ആണെങ്കിലും DJ പ്രോഗ്രാം ആയിരുന്നെങ്കിലും എല്ലാം ഫ്ലോപ്പായിരുന്നു. അതാണ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും, അല്ലെ ഞങ്ങളെ പന്തിയിലിരുന്നവർക്കായിരിക്കും ഇങ്ങനത്തെ ഒരു സദ്യ വിളമ്പിയത്. ആദ്യം ഇരുന്ന പന്തിയിൽ എല്ലാവർക്കും നല്ലപോലെ കിട്ടിയവർ ഞാൻ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലപോലെ വിളമ്പി കിട്ടിയവർക്ക് ഞാൻ വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഉണ്ടായ ഒരു സിറ്റുവേഷൻ, അല്ലെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെയായിരുന്നു. എനിക്കൊരു ഓക്കെ പ്രോഗ്രാം ആയിരുന്നു. കൾച്ചറൽ ഇവന്റ്സ് എല്ലാം പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിനകത്തൊന്നും ഒന്നും പറയാനില്ല.